നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജെംസ് മോഡേൺ അക്കാഡമി സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ബിനു അസീസിനെ അന്വേഷണ വിധേയമായി ഇപ്പോൾ സ്കൂൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് മറുനാടൻ ഈ ബിനു അസീസിനെതിരെയുള്ള വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇയാൾ മിഹിർ മുഹമ്മദിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്കൂൾ കമ്മിറ്റി കൂടി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജനുവരി 31-ന് ഇയാൾക്കെതിരെ ഒരു നോട്ടീസ് കൊടുത്തിരുന്നു. കാരണം രചന സ്കൂൾ മാനേജ്മെൻറ്റിന് ഒരു പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരി 31-ന് ഒരു നോട്ടീസ് ഫോർമലായി കൊടുത്തിരുന്നു എന്ന് ഈ പത്രക്കുറിപ്പിൽ അവർ പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ കമ്മിറ്റി കൂടിയിട്ടാണ് ഇദ്ദേഹത്തെ ഈ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസാണ് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബിനു അസീസിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് വെറും MBA വിദ്യാഭ്യാസം മാത്രമാണ് ഉള്ളതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒരു സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഈ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പലായി തുടരുന്നത് എന്ന ചോദ്യം പോലീസ് ഉന്നയിച്ചു. പക്ഷേ അതിനൊന്നും കൃത്യമായൊരു മറുപടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബിനു അസീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നില്ല. ഈ വിവരം മറുനാടനാണ് പുറത്തുവിട്ടത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ഈ നോട്ടീസ് ഇറക്കി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നുള്ള വിവരം ഈ സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷയും നല്ലൊരു അന്തരീക്ഷവുമാണ് മാനേജ്മെൻറ്റ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഗൗരവപൂർവ്വം തന്നെയാണ് മാനേജ്മെൻറ്റ് എടുക്കുന്നതെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മിഹിർ മുഹമ്മദ് മുൻ വിദ്യാർത്ഥിയാണ് ഈ സ്കൂളിലെ. അന്ന് ഒരു പെൺകുട്ടി അപമര്യാദയായി പെരുമാറിയപ്പോൾ മിഹിർ മുഹമ്മദ് തിരിച്ച് പ്രകോപനമുണ്ടാക്കിയിരുന്നു. അന്നാണ് ഈ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഈ സസ്പെൻഷൻ ഈ ബിനു അസീസ് ഇടപെട്ട് അത് നീട്ടി വെക്കുകയും പിന്നീട് വളരെ ക്രൂരമായ മാനസിക പീഡനത്തിന് ഇരയാക്കുകയുമായിരുന്നു. ഒറ്റയ്ക്കിരുത്തി ഒരു റൂമിൽ പരീക്ഷ എഴുതുകയും ആ പരീക്ഷ എഴുതുന്നത് നിരീക്ഷിക്കുവാനായി ഒരു സെക്യൂരിറ്റിയെ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും ഈ സെക്യൂരിറ്റി ഗാർഡിനെ ഒപ്പം വിടുകയും ഒക്കെ ചെയ്ത് വളരെ ക്രൂരമായ രീതിയിലാണ് ഈ ബിനു അസീസ് മിഹിർ മുഹമ്മദിനോട് ഇടപെട്ടത്. അതിനുശേഷമാണ് ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് ഈ മിഹിർ മുഹമ്മദിനെ മാറ്റുന്നത്. അവിടെ വെച്ചും ഈ കുട്ടികളുടെ റാഗിങ്ങിന് ഇരയായതായിട്ടുമാണ് ഈ അമ്മ രചന പരാതിയിൽ പറയുന്നത്. എന്തായാലും പോലീസ് അതിൻ്റെ അന്വേഷണത്തിലുമാണ്. കുട്ടികൾക്കിപ്പോൾ പരീക്ഷ നടക്കുന്നതിനാൽ കൂടുതൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഹിൽ പാലസ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ആരോപണം നേരിടുന്ന കുട്ടികളോട് പോലീസ് ഈ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അവർ കൂട്ടുകാരായിരുന്നു, ഫ്രണ്ട്സായിരുന്നു എന്ന് മാത്രമുള്ള മറുപടിയാണ് കിട്ടിയത്. എങ്കിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജെംസ് മോഡേൺ അക്കാഡമി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിനു അസീസിനെ സ്കൂൾ അധികൃതർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതും മറുനാടൻ വാർത്തയെ തുടർന്നാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേക കാര്യവും. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.